ക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2026 പത്മ പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പത്മവിഭൂഷൺ 5 എണ്ണം, അതുപോലെ പത്മഭൂഷൺ 13, പത്മശ്രീ 113, അങ്ങനെ ആകെ 131 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഈ പത്മ പുരസ്കാരങ്ങളിൽ തന്നെ മലയാളികളും അതുപോലെ തന്നെ ഏറ്റവും അധികം പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പത്മവിഭൂഷൺ ലഭിച്ച നമ്മുടെ മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് KT തോമസ്, അദ്ദേഹത്തിനും പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജന്മഭൂമി പത്രത്തിൻ്റെ മുൻ പത്രാധിപർ P. നാരായണൻ, അതുപോലെ പ്രമുഖ നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ VS അച്യുതാനന്ദൻ ലഭിച്ചതുപോലെ തന്നെ ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ പ്രമുഖ വയലിനിസ്റ്റായിട്ടുള്ള N. രാജയ്ക്കും പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മയിൽ വെച്ചിരിക്കണം. N. രാജ പ്രമുഖ വയലിനിസ്റ്റാണ്. ചോദിക്കാം, N. രാജ ഏത് വിഭാഗത്തിൽ പ്രശസ്തനായ വ്യക്തിയാണ് എന്ന് ചോദിക്കാം. ഈ വർഷത്തെ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള N. രാജ ഏത് വിഭാഗത്തിൽ പ്രശസ്തനാണ്? ഓർമ്മയിൽ വെച്ചിരിക്കണം, വയലിനിസ്റ്റാണ്. ഓക്കെ, ഇത്രയുമാണ് 5 പത്മവിഭൂഷൺ അവാർഡുകൾ. അതുപോലെ ഇനി പത്മഭൂഷൺ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് നോക്കാം. നമ്മുടെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും ലഭിച്ചു. അതുപോലെ തന്നെ പ്രമുഖ പിന്നണി ഗായിക ആൽക്ക യാഗ്നിക്കിനും ലഭിച്ചു. അതുപോലെ മുൻ ഉത്തരാഖണ്ഡ് CM ആയിട്ടുള്ള ഭഗത് സിംഗ് കോഷിയാരി, അതുപോലെ പ്രമുഖ ബാങ്കർ, നമ്മുടെ കൊട്ടക് ബാങ്കിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഉദയ് കൊട്ടക്, അദ്ദേഹത്തിനും ഈ വർഷത്തെ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. കാരണം ഒരു കായിക താരത്തിനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതായത് ടെന്നീസ് താരമാണ് ഇദ്ദേഹം. അപ്പോൾ പ്രമുഖ ടെന്നീസ് താരമായിരുന്ന വിജയ് അമൃതരാജ്, അത് വളരെയധികം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ള വിജയ് അമൃതരാജ് ഏത് വിഭാഗത്തിലാണ് പ്രശസ്തനായത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓർമ്മയിൽ വെച്ചിരിക്കണം, ഏത് വിഭാഗത്തിലാണ്? ടെന്നീസ് താരമാണ് ഇദ്ദേഹം. ടെന്നീസ് ഇതിഹാസം വിജയ് അമൃതരാജ്, അത് ഓർമ്മയിൽ വെച്ചിരിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഓർമ്മയിൽ വെച്ചേക്കുക. 1983 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹം വിംബിൾട്ടൺ സിംഗിൾസിൽ 1 തവണയും അതുപോലെ തന്നെ US ഓപ്പണിൽ 2 തവണയും ക്വാർട്ടറിൽ എത്തിയിട്ടുള്ള നമ്മുടെ ടെന്നീസ് ഇതിഹാസമാണ് വിജയ് അമൃതരാജ്. ഓർമ്മയിൽ വെച്ച് 1983 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. വിംബിൾഡൺ സിംഗിൾസിൽ 1 തവണയും US ഓപ്പണിൽ 2 തവണയും ഇദ്ദേഹം ക്വാർട്ടറിൽ എത്തിയിട്ടുള്ളതെന്ന് ഓർമ്മയിൽ വെച്ചിരിക്കണം. ഇനി നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഷിബു സോറന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്. ഇനി പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. പ്രമുഖരായ വ്യക്തികളെ നമുക്കൊന്ന് നോക്കാം. അതിലേറ്റവും പ്രശസ്തയായ വ്യക്തിയാണ് ഹർമൻപ്രീത് കൗർ. ഇന്ത്യക്ക് വനിതാ ക്രിക്കറ്റിന് ലോകകപ്പ് സമ്മാനിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗറിന് ഈ വർഷത്തെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയ്ക്കും ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ. അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള കലാമണ്ഡലം വിമല മേനോൻ, അപ്പോൾ അത് ഓർമ്മയിൽ വെച്ചിരിക്കണം. കലാമണ്ഡലം വിമല മേനോൻ ഏത് വിഭാഗത്തിൽ പ്രശസ്തയായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഓർമ്മയിൽ വെച്ചിരിക്കണം, മോഹിനിയാട്ടത്തിൽ പ്രശസ്തയായിട്ടുള്ള വിമല മേനോൻ, കലാമണ്ഡല വിമല മേനോൻ ഈ പ്രാവശ്യത്തെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രമുഖ സയൻറ്റിസ്റ്റാണ് എബ്രഹാം ഇ മുത്തുനായകം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ISRO സയൻറ്റിസ്റ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവായി ഇദ്ദേഹത്തെ കരുതുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവായി കരുതുന്ന സയൻറ്റിസ്റ്റായ AE മുത്തുനായകത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
അൺസങ് ഹീറോ വിഭാഗത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയായ കൊല്ലക്കയിൽ ദേവകിയമ്മ പത്മശ്രീക്ക് അർഹയായിട്ടുണ്ട്. കൊല്ലക്കയിൽ ദേവകിയമ്മ ആലപ്പുഴ സ്വദേശിനിയാണ്. അപ്പോൾ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയായ കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്കും പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർ കൃഷ്ണൻ നീലഗിരി സ്വദേശിയായ കുറുമ്പ ഗോത്ര വിഭാഗം ചിത്രകാരനായ ആർ കൃഷ്ണന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആർ കൃഷ്ണന് മരണാനന്തര ബഹുമതിയായിട്ടും പത്മശ്രീ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് വിഭാഗത്തിൽ പ്രശസ്തനാണ് എന്ന് ചോദിക്കാം. കുറുമ്പ ഗോത്ര വിഭാഗം ചിത്രകാരനാണ് നീലഗിരി സ്വദേശിയായിട്ടുള്ള ആർ കൃഷ്ണൻ. അതുപോലെ തന്നെ പാരാലിമ്പിക്സ് ഹൈജംപ് ഗോൾഡ് മെഡലിസ്റ്റായിട്ടുള്ള പ്രവീൺ കുമാറിനും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. പാരാലിമ്പിക്സ് ഹൈജംപ് ഗോൾഡ് മെഡലിസ്റ്റ്, ഓർമ്മയിൽ വെച്ചിരിക്കണം. പാരാലിമ്പിക്സ് ഹൈജംപ്, ഇത് എടുത്തു ചോദിക്കും. ഏതെങ്കിലും ഇപ്പോൾ കായിക താരങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കലാപ്രവർത്തനങ്ങളിൽ പ്രശസ്തയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അവർ ഏത് വിഭാഗത്തിൽ പ്രശസ്തരാണ് എന്നുള്ളത് PSC എല്ലാ വർഷ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ഓർമ്മയിൽ വെച്ചിരിക്കണം. പ്രവീൺ കുമാർ പാരാലിമ്പിക്സ് ഹൈജംപ് ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. ഇനി അതേപോലെ തന്നെ ഇന്ത്യയുടെ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ, കണ്ടോ, പലർക്കും അറിയാത്ത ഒരു പേരാണ് വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ. നമ്മളെപ്പോഴും വളരെയധികം പ്രശസ്തയായ വ്യക്തി അല്ലെങ്കിൽ തന്നെയും നമ്മുടെ വാർത്തകളിൽ നിരന്തരം പ്രതിഫലിക്കുന്ന എല്ലാ വാർത്തകളിലും ഇടം നേടുന്ന ഒരു വ്യക്തിത്വമല്ല. എങ്കിലും ഓർത്തിരിക്കണം, വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനായ സവിത പൂനിയ, ഓർമ്മയിൽ വെച്ചിരിക്കണം. സവിത പൂനിയ, വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനായിട്ടുള്ള സവിത പൂനിയയ്ക്കും പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കായികതാരങ്ങളുടെ പേര് വരുമ്പോൾ അവരുടെ ഏത് വിഭാഗത്തിൽ പ്രശസ്തയാണ്, ഏത് കായിക ഇനത്തിലാണ് അവർ പ്രശസ്തരെന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കണം. അപ്പം വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ സവിത പൂനിയ. ഇത്രയാണ് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള വിവരങ്ങൾ. ഇതിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.